ഗൈസ് അങ്ങനെ നമ്മുടെ അയിനൂപ്പെത്തും ഗൈസ്. ഞാനാണ് അവൾ പോയപ്പോഴത്തേക്കും പറഞ്ഞിരുന്നത് അവൾക്കൊരു സർപ്രൈസ് ഉണ്ടാക്കി വെക്കാമെന്ന്. അങ്ങനെ അതും ഉണ്ടാക്കി. ഞാൻ ചുമ്മാ ഒന്ന് കിടന്നാണ് ഗൈസ്. വൈകുന്നേരമായി എഴുന്നേറ്റപ്പോൾ അവൾ ഇപ്പം എത്തും. അങ്ങനെ വന്ന പാടെ അവൾ ആദ്യം ചോദിച്ചത് എന്തേ മമ്മ സർപ്രൈസ് എന്നായിരുന്നു. ഞാൻ വിചാരിച്ച സത്യം പറഞ്ഞാൽ അവൾ മറന്നു പോകുന്നതാണ്. പക്ഷെ അവൾ മറന്നില്ല. ഇപ്പോഴത്തെ പിള്ളേരൊന്നും അങ്ങനെ പറഞ്ഞാൽ മറക്കില്ല കേട്ടോ. അങ്ങനെ അവൾ വന്ന പാടെ ടേബിളിനോട് പോയി ഇരുന്ന് സർപ്രൈസ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ എടുത്തിട്ട് വന്ന് കൊടുത്ത്. സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു ഇവൾക്ക് ഇത്ര ഇഷ്ടപ്പെടുമെന്ന്. കാരണം ഇത് പുറത്തുനിന്ന് നമ്മൾ പണ്ടൊരു പ്രാവശ്യം വാങ്ങിച്ചപ്പോഴത്തേക്ക് ഇവൾ ഒട്ടും കഴിച്ചില്ലായിരുന്നു. ഇവൾക്ക് ശേഷം ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അങ്ങനെ അത് പേടിച്ചാണ് സത്യം പറഞ്ഞാൽ ഇത് ഉണ്ടാക്കിയത്. എന്തോ ഭാഗ്യത്തിന് അവൾക്കത് ഇഷ്ടപ്പെട്ട് ഗൈസ്. അവളത് മുറിച്ച് കഴിച്ചു. എനിക്ക് സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ. ഞാൻ ഉണ്ടാക്കിയൊരു സാധനം ഒരാളിങ്ങനെ വാവ് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അങ്ങനെ അതും കഴിച്ച് ഡ്രസ്സ് മാറി അവളതേ പുറത്ത് പോയി പൂ പറിച്ചുകൊണ്ടിരിക്കുവാണ്. ഞാൻ ചോദിച്ചു എന്തിനാണ് അതിന് വെറുതെ ആവശ്യമില്ലാതെ ആ പൂ പറിക്കണമെന്ന്. അപ്പോൾ പറഞ്ഞത് ഐ ലവ് യു ടു. എനിക്ക് വയ്യ. ഞാൻ ആ പുഡിങ് ഉണ്ടാക്കി കൊടുത്തില്ല. അത് അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിന് അവൾ തന്ന ഗിഫ്റ്റാണത്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ.